ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞങ്ങളിന്ന് ഈ മണ്ണിൽ നിൽക്കുന്നത്. വേറെ എവിടെയല്ല, വയനാട് ടൗൺഷിപ്പിലാണ്. ഈ കഴിഞ്ഞ മാർച്ച് 1-നാണ് കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രി പട്ടയ വിതരണവും ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനവും നടത്തിയിട്ടുണ്ടായിരുന്നത്. ടി വിയിലും പത്രത്തിലും ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ടൗൺഷിപ്പിനെ കുറിച്ചിട്ട്. അതൊന്ന് നേരിട്ട് കണ്ടറിയാനാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാവാത്ത മറ്റു വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി അതിവേഗത്തിലാണ് കേട്ടോ ഇവിടെ പുരോഗമിക്കുന്നത്. ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ഞങ്ങളൊന്ന് കയറി നോക്കി. ചുറ്റുമതിലുകളോടും ഗേറ്റിനോടും ചേർന്ന് മുറ്റത്തേക്ക് കടക്കാനായിട്ട് കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ പിന്നെ കുറച്ച് ചെടികളും നട്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ അതിവിശാലമായൊരു ഹോളാണ് കേട്ടോ ഉള്ളത്. ഹോളിനോട് ചേർന്ന് ഇങ്ങനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭാവിയിൽ അവിടെ സ്റ്റെയർ വേണമെങ്കിൽ വെക്കാനുള്ളതാണ്. പിന്നെ നമ്മളൊരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബെഡ്റൂമിൽ ഒരു അലമാരയും ഫാനും കാണുന്നുണ്ട് കേട്ടോ. അതിവിശാലമായ ബെഡ്റൂമാണ്. ഇതിൽ നല്ല ജനലുകളുള്ളതിനാൽ തന്നെ വെളിച്ചവും നല്ല രീതിയിൽ കയറുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹോളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ്. ഇനി നമ്മൾ പോകുന്നത് വീട്ടിലെ പ്രധാന ഏരിയ ആയ കിച്ചണിലേക്കാണ് കേട്ടോ. നല്ല സ്പേസിലാണ് കേട്ടോ ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ കൂടാതെ എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് കേട്ടോ. കബോർഡ് വർക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കബോർഡുകളൊക്കെ കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെത്. പിന്നെ നമുക്ക് നേരെ പോകുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ. ഫ്രിഡ്ജ് വെക്കാനും വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ഇവിടെ പ്രത്യേകം സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിലും ഒരു അലമാരയും ഫാനും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വെളിച്ചം കയറുന്നൊരു റൂം തന്നെയാണ് ഇതും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു മഹാദുരന്തത്തെ അതിജീവിച്ച ഇവരൊക്കെ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നവരായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നവർ വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് കേട്ടോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സിറ്റ് ഔട്ട് ടു സിറ്റ് ഔട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇത് കമ്മ്യൂണിറ്റി ലിവിങ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുക്കള എന്ന് പറയുന്നത് 4 അടുക്കളകളും ഒരേ ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. ഇതും കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിനൊക്കെ 7 വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. പോരാതെ ഡോറുകൾക്ക് 5 വർഷം വാറണ്ടിയും ഉണ്ട് കേട്ടോ. റോഡിന് മറുവശത്തായിട്ട് ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയായാലും ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച സർക്കാരിനും ഇത് നടപ്പിലാക്കാൻ മുന്നിൽ നിന്ന മറ്റു ഉദ്യോഗസ്ഥർക്കും ജില്ലാ പ്രതിനിധികൾക്കും മറ്റെല്ലാവർക്കും ഈ നിമിഷം നന്ദി പറഞ്ഞു പോവുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ. ഇതൊക്കെയാണ് കേട്ടോ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും മനസ്സ് നിറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നീ ടൗൺഷിപ്പ് നിറഞ്ഞത്. പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണല്ലേ നമുക്ക് ഇനി നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണല്ലേ റിയൽ കേരള സ്റ്റോറി.